Hello friends. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കുന്നത് വെച്ചാൽ നമ്മൾ ഹൗ ടു അപ്ഡേറ്റ് എ പബ്ലിഷ്ഡ് ആപ്പ് വേർഷൻ ഇൻ എ പ്ലേ സ്റ്റോർ. എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പബ്ലിഷ് ചെയ്ത ഒരു ആപ്പ് എങ്ങനെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കി ഒരു ആപ്പ് എങ്ങനെ പുതുതായിട്ട് നമുക്ക് എങ്ങനെ പ്ലേ സ്റ്റോറിൽ അപ്ലോഡ് ചെയ്യാമെന്നൊക്കെ നോക്കിയിരുന്നു. അപ്പോൾ അതിലെന്തെങ്കിലും പുതുതായിട്ട് ചെയ്യേണ്ടവർക്ക് ആ വീഡിയോ നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ പബ്ലിഷ് ചെയ്ത ആപ്പ് എങ്ങനെ നമുക്ക് നമ്മൾ വേർഷൻ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ആപ്പ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലുള്ള വേർഷൻ കോഡും വേർഷൻ നെയിമും നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ വേർഷൻ്റെ ഒരു സീരിയൽ നമ്പർ ഉണ്ടാവുമല്ലോ, 1.0 1.0.1 അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള അതൊന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ പ്ലേ കൺസോൾ എടുക്കുക. നമ്മളൊരു APK സൈൻ്റെ APK ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ പ്ലേ കൺസോൾ ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ ആപ്പിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ റിലീസ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ പുതിയൊരു ആപ്പാണ്, നമ്മൾ എത്ര ആൾ ഇൻസ്റ്റാൾ ചെയ്തു അങ്ങനത്തെ കാര്യങ്ങളും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ റിലീസ് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എന്ത് ചെയ്യുക, ആപ്പ് റിലീസ് എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ എന്ത് ചെയ്യുക, ഇതിലിവിടെ പ്രൊഡക്ഷൻ ട്രാക്കിൽ മാനേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ ആപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എഡിറ്റ്, റിലീസ് നോട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. എഡിറ്റ് റിലീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിൽ ബ്രൗസ് ഫയൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിന് തൊട്ട് മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പ് റിലീസിൽ പോയി ഇതിൻ്റെ എന്തെങ്കിലും മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ മാനേജ് ചെയ്യുക. അതിൻ്റെ വെർഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് APK അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഇതിൽ പോയിട്ട് എഡിറ്റ് റിലീസിൽ പോയിട്ട് ബ്രൗസ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ APK ഫയൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരു എറർ വന്നിട്ടുണ്ട്. യു നീഡ് ടു ഡിഫറെൻറ്റ് വേർഷൻ കോഡ് ഫോർ യുവർ ആപ്പ് ആൻഡ്രോയിഡ് ആപ്പ് ബിൽഡ് ബിക്കോസ് യു ഓൾറെഡി ഹാവ് വൺ വിത്ത് വേർഷൻ കോഡ് 1 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ ആ വേർഷൻ കോഡ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ റിലീസ് നെയിം നമുക്കിവിടെ കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ മാറ്റങ്ങൾ വരുത്തിയത് എന്താണോ അത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഉണ്ടോ, ഇവിടെ വേർഷൻ കോഡ് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, വേർഷൻ കോഡ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു APK ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ വേർഷൻ കോഡ് ചേഞ്ച് ചെയ്തിട്ട് പുതിയൊരു APK ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു APK ഉണ്ടോ, ഇതിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. പഴയ APK ഇവിടെ ഉണ്ട്. ഇനി എന്ത് ചെയ്യാം, നമ്മളെ റിലീസ് നെയിം ഇവിടെ നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ഇവിടെ എൻ്റർ യുവർ റിലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ എന്തെല്ലാം ചേഞ്ചസ് ആണോ വരുത്തിയിട്ടുള്ളത് അത് നമുക്കിവിടെ കൊടുക്കാം. പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളിവിടെ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ ഇവിടെ യുവർ ചേഞ്ചസ് ഹാവ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ റിവ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കും. ഇവിടെ ഒരു വാണിംഗ് ഒക്കെ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ല. വാണിംഗ് ബിഫോർ സ്റ്റാർട്ടിങ് റോൾ ഔട്ട് റിലീസ് അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ സ്റ്റാർട്ട് റോൾ ഔട്ട് ടു പ്രൊഡക്ഷൻ എന്ന് കൊടുക്കാം. ഉണ്ടോ വേർഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. നേരത്തെ ഇവിടെ വേർഷൻ 2 ആയിരുന്നു, അല്ല 1 ആയിരുന്നു. ഇവിടെ 1.0 ആയിരുന്നു നമ്മളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, യുവർ അപ്ഡേറ്റ് ഈസ് ലൈവ് എന്ന് പറഞ്ഞു. യുവർ അപ്ഡേറ്റ് ടു ആൾസോ ക്രിയേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് പഴുതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ആപ്പ് അപ്ലോഡ് ചെയ്തത് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മൾ ആ വേർഷന് ചേഞ്ച് വരുത്തിയിട്ട് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.